ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഉപേഷ് പാണക്കാട്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? ഹെവി വോളറ്റൈലിറ്റി എന്ന് പറഞ്ഞാൽ ഹെവി വോളറ്റൈലിറ്റി ആയിരുന്നു അല്ലേ. ഞാൻ റിയൽ മാർക്കറ്റിന്റെ ടൈമിൽ ഞാൻ അത് പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട്, അതിനനുസരിച്ച് പെരുമാറിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. കാരണം ഇന്നൊക്കെ ഇന്ത്യ വിക്സ് ഒരു 14-15 ആ ഒരു റേഞ്ചിലേക്കൊക്കെ വന്നു. അതിന്റെ തുടക്കമായതുകൊണ്ട് തന്നെ പ്രീമിയവും നല്ല പ്രൈസിലാണ് പ്രീമിയം കിടന്നിട്ടുണ്ട്. യൂഷ്വലി ബാങ്ക് നിഫ്റ്റിയുടെ ATM പ്രീമിയം എന്ന് പറഞ്ഞാൽ 250 to 300 പോയിന്റ്സ് ആ ഒരു എക്സ്പയർ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ, വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ ഒരു 320-350 ആ ഒരു റേഞ്ചിലൊക്കെ ഉണ്ടാവാറുള്ളത്. ഇന്ന് 450 എപ്പോഴൊക്കെ ആയിരുന്നു സിഇയുടെ പ്രീമിയം ഉണ്ടായിരുന്നത്. ഞാൻ വന്നുകൊണ്ടിരുന്ന വോളറ്റൈലിറ്റി എന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ടുള്ള വോളറ്റൈലിറ്റി ആയിരുന്നു. ഓരോ ഡിപ്പിലും 100-150 പോയിന്റ്സ് ഒക്കെയാണ് പ്രീമിയത്തിൽ കറക്ഷൻ ഉണ്ടാവുന്നത്. സോ ഇത്രയും കറക്ഷൻസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ ബയറെ സംബന്ധിച്ച് എങ്ങനെ, അതായത് നോർമൽ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ബയറെ സംബന്ധിച്ച് സസ്റ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ ഇന്നത്തെ ദിവസം ഞാൻ രാവിലെ പറഞ്ഞതുപോലെ ഒരു നല്ല ഡിസിപ്ലിൻ ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ അടങ്ങിയിരിക്കുക എന്നുള്ളതാണ്. കാരണം പ്രോപ്പറായിട്ട് SL പ്ലേസ് ചെയ്യാനായിട്ടുള്ള പൈസ അവിടെ ഇല്ല. ഒരു ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ സിംഗിൾ ലോജിക്കലി SL കൊടുക്കുന്ന കാര്യം ഞാൻ പറയണ്ടോ. ഏറ്റവും ചുരുങ്ങിയത് ഒരു സിംഗിൾ SL കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്വിങ്ങിന്റെ താഴെ 80 പോയിന്റ് 70 പോയിന്റ് ഒക്കെയാണ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വരുന്നത് പ്രീമിയത്തിന്റെ ചാർട്ടിൽ. സോ അവിടുന്ന് ഞാൻ എങ്ങനെയാണ് വലിയൊരു ടാർഗറ്റിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. സോ നല്ല ട്രേഡുകൾ ഇല്ലാത്ത ദിവസം നമ്മൾ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല ട്രേഡ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബയ്യറെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ട്രേഡ് ഇല്ലാത്ത ദിവസമാണ് ഏറ്റവും നല്ല ട്രേഡ് എന്ന് പറയുന്നത്. നമ്മുടെ സെറ്റപ്പിലേക്ക് ട്രേഡ് വന്നില്ല, നമ്മൾ ചെയ്തില്ല, അല്ലെങ്കിൽ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ട്രേഡ് വന്നില്ല, നമ്മൾ ചെയ്തില്ല. സോ അങ്ങനെ ആയിരിക്കണം കാര്യങ്ങൾ എന്നുള്ളതാണ്. ആൻഡ് നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ മാർക്കറ്റിന്റെ ഓപ്പൺ തന്നെയാണ് നാളെയും ക്രൂഷ്യൽ ആവാൻ പോകുന്നത്. സ്ലൈറ്റ്ലി ഗ്യാപ്പ് അപ്പ് ഓർ ഫ്ലാറ്റ് ഓപ്പണിംഗിൽ ഗ്യാപ്പ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എഗെയിൻ ഈ ഒരു റാലിയുടെ കണ്ടിന്യൂഷൻ ഉണ്ടാവും. ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ എന്താണോ വീണിട്ടുള്ളത് അത്ര തന്നെ ബാങ്ക് നിഫ്റ്റി റിക്കവർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നിഫ്റ്റിയും പകുതിയോളം തന്നെ റിക്കവർ ചെയ്തിട്ടുള്ളത് ഉണ്ട്. ആൻഡ് നാളത്തെ ഓപ്പണിംഗ് നെഗറ്റീവ് സൈഡിലാണ് എന്നുണ്ടെങ്കിൽ എഗെയിൻ നമുക്ക് നല്ല ഒരു വോളറ്റൈലിറ്റി ദിവസം തന്നെ നമുക്ക് കാണാനും പറ്റുമെന്നുള്ളതാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയായിരിക്കണം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലെവൽസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരേണ്ടത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആൻഡ് എന്തുകൊണ്ട് ഇന്നലെ വീണു എന്ന് ചോദിച്ചാൽ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. മാർക്കറ്റ് വീണതിന് ശേഷം 50 കാര്യങ്ങൾ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് കാശ് പോയതിന് കാരണം തപ്പിപ്പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. ലൈക്ക് എന്തൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്, ആ ഒരു MP-മാരെ എല്ലാം തന്നെ ഡിസ്മിസ് ചെയ്ത കാരണം കൊണ്ടാണെന്ന് പറഞ്ഞേക്കുന്നുണ്ട്. ആൻഡ് അതിൻ്റെയൊക്കെ വലിയ ഫാക്ടറായിട്ട് കോവിഡിന്റെ വേവ് കൊണ്ടാണെന്ന് പറഞ്ഞേക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇന്നും വീഴാമായിരുന്നു. കാരണം എല്ലാ സ്റ്റേറ്റിലും RT-PCR നിർബന്ധമാക്കി എന്ന് പറഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഒരു എന്താ പറയുക ഒരു നോട്ടീസ് ഉണ്ടായിരുന്നു. സോ മാർക്കറ്റിന് ന്യൂസ് നെഗറ്റീവാണ്. മാർക്കറ്റ് ഇന്ന് വീഴാൻ വിചാരിച്ചിട്ടില്ല. നെഗറ്റീവ് ന്യൂസ് കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇന്നും മാർക്കറ്റ് വീഴണ്ടേ? മാർക്കറ്റ് വീണ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മാർക്കറ്റ് റാലി ഉണ്ടായിട്ട് 10,000 കാര്യങ്ങൾ അതിന് ലോജിക്ക് നിരത്തിയിട്ട് കാര്യമില്ല. സോ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ലെവൽ ടു ലെവൽ ട്രേഡ് ചെയ്യുക, പ്രോഫിറ്റ് ഉള്ള ദിവസം പ്രോഫിറ്റ് എടുക്കുക, ലോസ് ആണെന്നുണ്ടെങ്കിൽ ലോസിനെ ഏറ്റവും മിനിമം ലോസിൽ നിർത്താനായിട്ട് ശ്രമിക്കുക. അക്കൗണ്ട് ഒന്നും വാനിഷാക്കുന്ന പരിപാടികൾ ചെയ്യാണ്ടിരിക്കുക. എത്രമാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോകാം. എന്തൊക്കെയാണ് ലെവൽസ്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആൻഡ് നാളെ വെള്ളിയാഴ്ചയാണ്, നമ്മളുടെ എഡ്യൂക്കേഷണൽ വീഡിയോ വരുന്ന ദിവസമാണ്. സോ എന്താണ് ടോപ്പിക്ക് വേണ്ടത് എന്നുള്ളത് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അല്ലേ. നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം തന്നെയാണ് നമ്മൾ വീഡിയോസ് എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുള്ള വീഡിയോ ആണോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് എല്ലാവരും കൂടുതലായിട്ട് ലൈക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വേണ്ട ടോപ്പിക് എന്താണോ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് അത് എന്ത് തന്നെ ആയാലും നമുക്ക് 3 ദിവസം കൊണ്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ടും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടും. സോ ആ ഒരു രീതിയിൽ എന്താണ് ക്വാളിറ്റിയുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ പ്രോപ്പറായിട്ടൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ 5-minute ടൈം ഫ്രെയിം ചാർട്ടിലാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്ന ലെവൽ ഇതായിരുന്നു. ഈ ലെവലിന്റെ താഴെയായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നല്ല ഒരു അപ്പർ സൈഡിലേക്കുള്ള മൊമെന്റം തന്നെ കാണിച്ചു എന്നുള്ളതാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ എൻ്റെ ട്രേഡ് വന്നിട്ടുള്ളത് ഇവിടെയായിരുന്നു. ഇവിടുന്ന് ഒന്ന് സ്ലൈറ്റ്ലി ഒന്ന് മുകളിലേക്ക് പോയിട്ട് ഈ ഒരു കറക്ഷൻ വന്നിട്ടുള്ളത് എൻ്റെ SL എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണെന്ന് തോന്നുന്നു. വന്നിട്ട് പ്രോപ്പറായിട്ട് എൻ്റെ SL എടുത്തു. അറൌണ്ട് 90 റുപ്പീസാണ് പ്രീമിയത്തിൽ ഈ കാണുന്ന മൂവ് എന്ന് പറയുന്നത്. 90 or 110. ഞാൻ അത്രയൊന്നും SL കൊടുത്തിട്ടില്ല. അത്രയൊന്നും SL കൊടുത്തിട്ട് ട്രേഡ് എടുക്കാൻ മാത്രമുള്ള ആ ട്രേഡ് എടുത്തിട്ടുള്ള മരിച്ചു വീഴുന്നുള്ള ലെവലൊന്നും എനിക്കില്ല. ഇവിടെ ചെറിയൊരു SL കൊടുത്ത് ഞാൻ ആ ട്രേഡ് നിന്ന് മാറി എന്നുള്ളതാണ്. എഗെയിൻ നമ്മുടെ ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നത് ദർവാസ് ബോക്സിൽ ഇവിടെ എങ്ങനെയായിട്ടായിരുന്നു. ബട്ട് ഇവിടുത്തെ SL എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 140 പോയിന്റ്സോ അങ്ങനെ എന്തോ ആണ്
സ്റ്റോപ്പ് ലോസ് വന്നിട്ടുള്ളത് പ്രീമിയത്തിൽ. എഗെയിൻ വന്നിട്ടുള്ളത് ഇതിന്റെ ബ്രേക്ക് ഔട്ടിലായിരുന്നു. ഇവിടെയും വന്നപ്പോൾ സ്റ്റോപ്പ് ലോസ് വരുന്നത് 180 പോയിന്റ്സോ അങ്ങനെ എന്തൊക്കെയായിരുന്നു സ്റ്റോപ്പ് ലോസ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെയൊക്കെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ട്രേഡ് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് പോയി കഴിഞ്ഞാൽ നല്ല രസമാണ്. പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മളുടെ SL പ്രോപ്പർ അല്ല എന്നുള്ളത്. സോ അത്രയൊന്നും ട്രേഡ് എടുത്തിട്ടില്ലെങ്കിൽ വിറച്ച് വീഴും എന്നുള്ള കണ്ടീഷനിലൊക്കെ മാറിയത് കൊണ്ട് തന്നെ, ആ ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞത് കൊണ്ട് തന്നെ ആ ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുള്ള ഇവിടെ വെച്ചിട്ട് SL വാങ്ങിച്ച് മിണ്ടാതെ മൂലൊക്കെ ഇരുന്നു എന്നുള്ളതാണ്. ഇനീഷ്യലി ഞാൻ ഈ ഒരു ബ്രേക്ക് ഔട്ടിനായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് സസ്റ്റെയിൻ ചെയ്തു. എഗെയിൻ ഇതിന്റെ മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. ഇവിടുന്ന് മുകളിലേക്ക് പോയപ്പോഴാണ് ഞാൻ എൻ്റെ ട്രേഡിനെ പ്ലാൻ ചെയ്തതെന്നുള്ളതാണ്. അതിൻ്റെ ഏർലി സ്റ്റേജിൽ നമ്മൾ ട്രേഡിനെ പിടിക്കാൻ നോക്കി. ബട്ട് ഈ പറഞ്ഞതുപോലെ നമുക്ക് പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ അതിനകത്തൊരു ഗുസ്തി കാണിക്കാൻ നിൽക്കാണ്ടിരിക്കുക എന്നുള്ളതല്ല ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ. നാളത്തേക്ക് 15 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ നിഫ്റ്റിയിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നാളത്തേക്ക് എങ്ങനെയായിരിക്കണം നമ്മുടെ കാര്യങ്ങൾ ഉണ്ടാവേണ്ടത്, പ്ലാനുകൾ ഉണ്ടാവേണ്ടത്. ഇതിനകത്ത് 300 എന്നുള്ള ലെവൽ ക്രൂഷ്യലാണ്. 300 എന്നുള്ള ലെവലിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ഞാൻ പറയാണ്ട് നിങ്ങൾക്ക് ചാർട്ടിൽ അറിയാൻ പറ്റും അല്ലേ. 310 എന്നുള്ള ലെവലിനെ തന്നെ നമ്മൾ എടുക്കാം. 310. സോ ഈ 310 ആണ് പ്രീവിയസ്ലി മാർക്കറ്റ് എന്തുണ്ടായിട്ടുള്ളത്, ഇവിടുന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ടുള്ളത്. ഈ ഒരു സപ്പോർട്ടിലാണ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, കഴിഞ്ഞ ദിവസം വന്നിട്ട് ചെറിയതായിട്ട് ഒന്ന് ഹോൾഡ് ചെയ്ത് മേജർ ഫോള് അഗെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ ഈ 310ന്റെ മുകളിൽ ക്യാൻഡിലിന് സസ്റ്റെയിൻ ആവല് നിർബന്ധമാണ് ഫോർ എ അപ്പർ സൈഡ് മൊമെന്റം. 310ന്റെ മുകളിൽ മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒന്നുകൂടി മുകളിലേക്ക് പോകാനുള്ള സാധ്യതയും അവിടെ ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ സെല്ലേഴ്സ് എല്ലാം തന്നെ ട്രാപ്പ് ആവും അതിന്റെ ലോവർ സൈഡ് എന്നുള്ളതാണ്. ആൻഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഒരു ഷോർട്ട് കവറിംഗ് മൂവ് കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ഓൺ ദ ലോവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 21,180 എന്നുള്ള ലെവൽ ഈ ഒരു ഡിപ്പ് ക്രൂഷ്യലാണ്. ഇവിടുന്ന് മാർക്കറ്റ് ഇവിടെ റെസിസ്റ്റൻസ് എടുക്കാൻ നോക്കി ഈ ഒരു പോയിന്റിൽ എഗെയിൻ താഴേക്ക് വരുന്നു. ഇതിന്റെ മുകളിൽ ചെന്ന് പ്രോപ്പർ ആയിട്ട് വേണം ബ്രേക്ക് ഔട്ട് വരുന്നു, താഴേക്ക് റീടെസ്റ്റ് വരുന്നു, എഗെയിൻ മുകളിലേക്ക് വരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ ഉണ്ടായിട്ടുള്ളത്. സോ ഈ ഒരു ലെവല് ക്രൂഷ്യലാണ്. ഈ ഒരു ലെവലിന്റെ ഉള്ളിൽ ഓപ്പൺ ആയിട്ട് ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ഇതിനെ മുകളിലേക്കോ താഴേക്കോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൊമെന്റം കാണാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു 2 ലെവലിൽ നിങ്ങൾ ക്രൂഷ്യലായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വാച്ച് ചെയ്യുക. അങ്ങനെ മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ഷോർട്ട് കവറിംഗ് മൂവ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ബട്ട് പ്രോപ്പർ ആയിട്ട് സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്ത് കൊണ്ടുപോകുക. 350 ആൻഡ് 350യുടെ മുകളിൽ പോയി കഴിഞ്ഞാൽ അഗെയിൻ 400, 420 എന്നുള്ള ലെവൽ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 420 എന്നുള്ള ലെവലിനെ. ആൻഡ് ഓൺ ദ ലോവർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഈ ഒരു പോയിന്റിലൊക്കെ ബയർ ട്രൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബട്ട് എന്നാലും നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് ആണ് 130 എന്നുള്ള പോയിന്റ്. 130 നമുക്ക് പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് അഗെയിൻ ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗണുകളാണ് കിട്ടുന്നതെങ്കിൽ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് നമുക്കൊരു പ്രൈസ് ആക്ഷനോ അല്ലെങ്കിൽ ഒരു റിവേഴ്സ് ബോക്സ് റേഞ്ചോ കാര്യങ്ങളോ എന്തെങ്കിലും കിട്ടണം. അല്ലാതെ ബ്ലാങ്ക് ആയിട്ട് ഒരു ചാർട്ടിൽ ചാടി കയറാണ്ടിരിക്കുക. പ്രോപ്പർ ആയിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റുന്ന പോയിന്റിൽ മാത്രം ചാടി കയറുക. ഇന്ന് അക്കൗണ്ട് വാനിഷായി എന്ന് കമന്റ് ചെയ്തിട്ടുള്ള ആൾക്കാരൊന്ന് ചിന്തിക്കുക. SL വെക്കാൻ പ്രോപ്പർ പ്ലേസ് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ SL പോയിട്ടില്ലേ, അങ്ങനെയല്ലേ സംഭവിച്ചിട്ടുണ്ടാവുക. ഓറൽസ് ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ട്രേഡ്. ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ട്രേഡുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് മാത്രമാണ്. ഇനി എത്ര പോകാനാണ്. നിങ്ങൾ മാർക്കറ്റിനെ ജഡ്ജ് ചെയ്യാൻ നിൽക്കണ്ട, മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾ ട്രേഡറാണ് അല്ലേ, നിങ്ങൾ ഇൻവെസ്റ്ററോ അല്ലെങ്കിൽ മാർക്കറ്റ് മേക്കറോ അല്ല. മാർക്കറ്റ് പോകുന്ന ഭാഗത്തേക്ക് പോവുക. അതിനകത്ത് SL ആണ് കിട്ടുന്നതെങ്കിൽ ഹാപ്പി ആയിട്ട് വാങ്ങിച്ചുകൂടാം. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പം ഇത്രയൊക്കെ നിങ്ങളുടെ എല്ലാ ദിവസവും വന്നിട്ട് കഥ പറയുന്നുണ്ട്. ഈച്ച് ആൻഡ് എവറി ഡേ എനിക്ക് SL ആണെന്നുണ്ടെങ്കിൽ ഞാൻ SL ആണ് എന്ന് പറയാറുണ്ട്. എനിക്ക് ഫേക്ക് പ്രോമിസസ് ആർക്കും തരണ്ട. ഞാൻ എല്ലാ ദിവസവും പ്രോഫിറ്റ് മാത്രം ഉണ്ടാക്കുന്ന ട്രേഡറാണ്. ഐ ഡോണ്ട് വാണ്ട് ആ ഒരു എന്താ പറയുക, ആ ഒരു പേരും പെരുമയൊന്നും എനിക്ക് വേണ്ട. ഞാൻ ഇതാണ്, ഞാൻ ഇങ്ങനെയാണ്, ലോസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഉണ്ടാക്കുന്ന ദിവസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെ പറയുന്നുണ്ട്. കാരണം ഞാനത് വാങ്ങിച്ചിട്ടുള്ളതാണ്. എന്തിനാ കള്ളം പറയുന്നത്? ട്രേഡർ എന്ന് പറഞ്ഞാൽ എന്നും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവരാണോ? അല്ല. ലിമിറ്റ് ആയിട്ടുള്ള ലെവലിൽ പ്രോഫിറ്റ് ലോസിനെ നിർത്താൻ പറ്റുന്നവനാണ് ട്രേഡർ. അല്ലാണ്ട് അൺലിമിറ്റഡ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവനല്ല. ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിവുള്ളവനാണ് ട്രേഡർ. അല്ലാണ്ട് അൺലിമിറ്റഡ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവനല്ല. എല്ലാ ദിവസവും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവനല്ല ട്രേഡർ. ലോസ് ഉണ്ടാക്കുന്ന ദിവസം ഏറ്റവും മിനിമം ലോസിൽ നിർത്താൻ പറ്റുന്നവൻ ആരാണോ അവനാണ് ട്രേഡർ. അല്ലെങ്കിൽ അവനെ ട്രേഡർ ആവുകയുള്ളൂ. ഇതാണ് ഗെയിം. സോ എനിക്ക് ആ കാര്യത്തിൽ പറയാനായിട്ട് യാതൊരു മടിയില്ല. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സോ ആ ഒരു രീതിയിൽ മാത്രം നമ്മളുടെ കാര്യങ്ങളും പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമ്മൾ നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ ക്രൂഷ്യലാണ് കേട്ടോ. അതായത് 650 എന്നുള്ള ലെവൽ നമുക്ക് ക്രൂഷ്യലാണ്. 650യുടെ താഴെ മാത്രമേ ഞാൻ ഇതിനകത്തൊരു ഡൗൺ സൈഡിലേക്കുള്ള വ്യൂ മാർക്കറ്റിൽ കാണുന്നുള്ളൂ. 650യുടെ താഴെ മാർക്കറ്റിന് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എഗെയിൻ ഓൺ ദ ലോവർ സൈഡിൽ ചെറിയ മൊമെന്റം കാണാൻ സാധ്യതയുണ്ട്. എഗെയിൻ ഓൺ അപ്പർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 930 എന്നുള്ള ലെവലൊക്കെയാണ്. ആവറേജ് ക്ലോസിംഗ് വന്നിട്ടുള്ളത് 800 ആ റേഞ്ചിലും കണ്ടെന്ന് തോന്നുന്നു. 800 സംതിങ്ങിലൊക്കെ വന്നിട്ടുള്ളത്. ആൻഡ് 920, 930 ഈ ഒരു റേഞ്ച് നമുക്ക് വാച്ച് ചെയ്യാം.
ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 800 എന്നുള്ള 48,000 എന്നുള്ള ലെവലിൽ വലിയ പ്രസക്തി ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു 100 എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാൻ പറ്റും, 4800 എന്നുള്ള ലെവലിൽ. ആൻഡ് അതിന്റെ മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഹൈ ആയിട്ടുള്ള 250 270 ആ റേഞ്ച് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു ലെവലിലേക്ക് നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് വോളറ്റിലിറ്റി ഒക്കെ ഹൈ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡുകൾ എടുക്കുക. ഭയങ്കരമായിട്ടുള്ള പ്രീമിയം ആണെന്നുണ്ടെങ്കിൽ നാളത്തെ ഒരു ദിവസം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 5 ദിവസം നമുക്ക് ലീവായിട്ട് കിട്ടും. ലൈക്ക് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ആൻഡ് മൺഡേ ഓഫ് കോഴ്സ് നമ്മുടെ ക്രിസ്മസിന് ലീവും. സോ 4-5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ലീവായിട്ട് കിട്ടും. അങ്ങനെ അങ്ങോട്ട് പ്ലാൻ ചെയ്യുക, പുതപ്പം മൂടിയിട്ട് കിടന്നവിടെ കിടന്നുറങ്ങുക എന്നുള്ളതാണ്. സോ ആ ഒരു രീതിയിലാവണം കാര്യങ്ങൾ നാളെ പ്ലാൻ ചെയ്യേണ്ടത്. കാരണം നമ്മുടെ അക്കൗണ്ടാണ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. മാർക്കറ്റിനെ നമുക്ക് യാതൊരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ ഈ എന്താണ് 650 എന്നുള്ള ലെവലിൽ താഴേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ 650 താഴേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ 500 നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് വരും. ആൻഡ് അതിന്റെ ശേഷം 450 എന്നുള്ള ലെവലിൽ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എഗെയിൻ അടുത്ത ഫോൾ വരാൻ പോകുന്നത് 300 എന്നുള്ള പോയിന്റ് വരെ ഈസി ആയിട്ടൊരു ഫോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ആ ഒരു പോയിന്റുകളെ വാച്ച് ചെയ്യുക. അഗെയിൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ഓപ്പൺ ആയിട്ട് താഴേക്കോ മുകളിലേക്കോ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്നാണ്. സോ ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി പെട്ടെന്ന് ചാടി കയറാണ്ടിരിക്കുക. ഇവിടുന്ന് ഇത്രയും ഒരു 1000 പോയിന്റിന്റെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ ഇന്നലെ അനാലിസിന്റെ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടുന്ന് ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഇവിടുന്ന് ഒരു റിവേഴ്സൽ ഉണ്ടാവും എന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ അനാലിസിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് പോയി കണ്ടാൽ മതി. സോ ഇവിടുന്ന് ഗ്യാപ്പ് ഡൗൺ ഉണ്ടാകുമ്പോൾ ഇതിന്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെയാണ് നാളെ ഇവിടുന്ന് ഗ്യാപ്പ് അപ്പ് ഉണ്ടായി കഴിഞ്ഞാലും സംഭവിക്കാൻ പോകുന്നത്. സോ അഗ്രസീവ് ആയിട്ട് ചാടി കയറാണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. അഗെയിൻ എന്താണ് നമ്മൾ നിഫ്റ്റി ഫിൻ സർവീസിൽ നാളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഫിൻ സർവീസും ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെയായിരുന്നു. സോ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ 21280 എന്നുള്ള പോയിന്റ് വാച്ച് ചെയ്യുക. 21280. സോ 21280 ആൻഡ് അപ്പർ സൈഡ് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഹൈൻ്റെ മുകളിലായിട്ടുള്ള 360 എന്നുള്ള പോയിന്റ് തന്നെയാണ്. 366 ഈ ഒരു പോയിന്റ് 360 370 എന്നുള്ള പോയിന്റ് ആണ്. സോ ഈ ഒരു 2 ലെവലിലെ വാച്ച് ചെയ്യുന്നതിന്റെ താഴെ മുകളിലായിട്ടായിരിക്കും മൊമെന്റം ഉണ്ടാവുക 370 എന്നുള്ള ലെവലിലെ. സോ ഈ 2 ലെവലിന്റെ മുകളിലായിട്ട് താഴെ മുകളിലായിട്ടായിരിക്കും മൊമെന്റം ഉണ്ടാവുക. അതുപോലെ തന്നെ HDFC സർപ്രൈസിംഗ് HDFC മാത്രമാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിനെ നല്ല രീതിയിൽ മുകളിലേക്ക് എടുത്ത് കൊണ്ടുപോയിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും എത്ര പോയിന്റ് മൊമെന്റം ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ബോട്ടം ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 10-40 പോയിന്റിന്റെ അടുത്തുള്ള മൊമെന്റം HDFC തന്നിട്ടുണ്ട്. സോ അഗൈൻ HDFCയുടെ വീക്ക്നെസ് തപ്പുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിന്റെ താഴെ മാത്രമായിട്ട് HDFCയുടെ വീക്ക്നെസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. 1675 എന്നുള്ള ലെവലിന് 1675 താഴെ വന്നാൽ മാത്രമേ HDFCയുടെ വീക്ക്നെസ് ഉണ്ടാവുള്ളൂ. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം. അഗൈൻ ICICI ബാങ്കിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോർണിംഗിലൊക്കെ ഒരു സ്ലഗിഷ് മൊമെന്റ് തന്നെയായിരുന്നു. ആ ഒരു ഗ്യാപ്പ് ഡൗണിന്റെ ഫീൽ തന്നെയായിരുന്നു ആശാൻ ഉണ്ടായിരുന്നത്. ബട്ട് ഇവൻച്വലി ചെറുതായിട്ടൊരു പുഷ് ഇതിന് കാണിച്ചിട്ടുണ്ട്. സോ 997 താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നെസ്സിനകത്ത് തരാൻ പാടുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ട്രാപ്പ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. എഗെയിൻ നമ്മൾ ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നോ ബേസ് ആയിട്ട് ഈ ഒരു ലെവലിൽ എടുത്തിട്ടുണ്ട്. 1080 എന്നുള്ള ലെവലിലെ ബേസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. 1080 താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നെസ് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്ക് നല്ല രീതിയിൽ മോർണിംഗ് മുതൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇവനെ, ലൈക്ക് നമ്മുടെ HDFCനെ. ആസ് ഓഫ് നോ 1840 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക. 1840 താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നെസ്സിനകത്ത് കാണിക്കുള്ളൂ. എഗെയിൻ നമ്മൾ ഇൻഫീൽ വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1545 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക. 1545 ആൻഡ് ഓൺ ദ ലോവർ സൈഡ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് 1530 എന്നുള്ള ലെവലാണ്. 1530. സോ ഈ 2 ലെവലിനെ വാച്ച് ചെയ്യുന്നതിന് താഴെ മുകളിലോട്ടായിരിക്കും മൊമെന്റം ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ TCSൽ നാളത്തേക്ക് വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3805 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക. ആൻഡ് ഓൺ ദ ലോവർ സൈഡ് 3780 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ റിലയൻസിലാണെന്നുണ്ടെങ്കിൽ 2570 എന്നുള്ള ലെവൽ ക്രൂഷ്യലാണ്. ഇതിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു ബുളിഷ് മൂവ്മെന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ താഴെയാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ സ്റ്റിൽ വീക്ക്നെസ് തന്നെയാണ് എന്നുള്ളതാണ്. സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ അനാലിസുകൾ നിർബന്ധമായിട്ട് ചാറ്റിൽ ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ നെക്സ്റ്റ് വീക്കിലാണ് ഞാൻ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ആളുകൾക്കുള്ള ക്ലാസ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ അതിന്റെ ഡേറ്റ് എക്സാക്ട് ഡേറ്റ് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ അറിയിക്കും. അന്ന് നമുക്കൊരു സ്ട്രാറ്റജിയും കാര്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ ആർക്കെങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ലിങ്ക് ഇരിക്കുന്നുണ്ട്, വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ക്ലാസ്സും കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നതുള്ളത് മാത്രമേ ഉള്ളൂ. ടിപ്പുകൾ അങ്ങനെയുള്ളതൊന്നുമില്ല. മാർക്കറ്റിൽ എൻ്റെ വ്യൂകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഷെയർ ചെയ്യാറുണ്ട്. അതും ഭയങ്കരമായിട്ട് കോൾ എടുത്തോ പുട്ടെടുത്തോ എന്നുള്ളതല്ല. ആൻഡ് ക്ലാസ്സോ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ
നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇരിക്കുന്നുണ്ട്, വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.